പാലക്കാട്ടേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. പലയിടങ്ങളിലും നല്ല മഴയാണ് പാലക്കാട്ടും ഉണ്ട് കേട്ടോ. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് കോൽപ്പാടം കോസ്വേ വെള്ളത്തിനടിയിലായി. കോസ്വേയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് അറിയുന്നത്. അലനല്ലൂർ എടത്തനാട്ടുകര റൂട്ടിൽ കണ്ണംകുണ്ട് പാലത്തിലും വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. രാവിലെ പാലക്കാട്ട് നല്ല മഴയാണോ? പല ഭാഗങ്ങളിലും മഴയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ ഇക്ബാൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, പാലക്കാട് നഗരത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ കാര്യമായി മഴയില്ല. മഴമേഘങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ വലിയ രീതിയിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളും. പക്ഷേ മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിൽ ഇപ്പോൾ ശക്തമായ മഴയാണ്. ഇന്ന് രാവിലെ മുതലാണ് ഈ മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിൽ ആരംഭിച്ചതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അട്ടപ്പാടി വനമേഖലയിലെല്ലാം ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ മണ്ണാർക്കാട്ടെയും അലനല്ലൂരിലെയും എല്ലാം ചില കോസ്വേകൾ ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര കാനിരം റോഡിലുള്ള കോൽപ്പാടം കോസ്വേയിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ആ കോസ്വേയിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അലനല്ലൂർ എടത്തനാട്ടുകര റൂട്ടിലുള്ള ഈ കണ്ണംകുണ്ട് കോസ്വേയിലും വെള്ളം കയറിയിട്ടുണ്ട്. 7:30 മണി മുതലാണ് അവിടെ വെള്ളം ഈ പാലത്തിലേക്ക് കയറി തുടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെയുള്ള വാഹനം ആരും തന്നെ ആ പാലത്തിലൂടെ വാഹനം ആരും കൊണ്ടുപോകരുത് എന്ന രീതിയിലൊരു നിർദ്ദേശം ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അലനല്ലൂരിൽ നിന്നും എടത്തനാട്ടുകരയിലേക്കുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ കണ്ണംകുണ്ട് പാലം എന്ന് പറയുന്നത്. ആ പാലം ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ആ പാലത്തിലൂടെ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും ആ പാലം മറികടക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുപോലെ തന്നെ അട്ടപ്പാടിക്ക് സമീപമുള്ള മന്ദംപൊട്ടി തോട്, ആ തോടും ഇപ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. പക്ഷേ പാലക്കാട് നഗരങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് താലൂക്കുകളിലോ വലിയ രീതിയിൽ പ്രശ്നമില്ല. മണ്ണാർക്കാടും അട്ടപ്പാടിയിലുമാണ് ഇപ്പോൾ ശക്തമായ ഒരു മഴ അനുഭവപ്പെടുന്നത്. പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ തൃശ്ശൂരിലും കൊച്ചിയിലും ഇപ്പോഴും മഴ നിർത്താതെ പെയ്യുന്നു. നഗരത്തിലടക്കം വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. പ്രത്യേകം ആ നഗരങ്ങളിലെ റോഡുകളിലൂടെ വരുന്നവർ ശ്രദ്ധിക്കുക. സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന തളവഴികളിലൂടെ വരുന്നവർ ശ്രദ്ധിക്കുക. തോടായി മാറിയിട്ടുണ്ട്. റോഡ് കണ്ടെത്തിയാൽ നിങ്ങളുടെ ഭാഗ്യം.